Hello everybody, welcome to English speaking course. Hope you all are keeping safe and healthy. If you're watching my channel for the first time or if you haven't subscribed to my channel, I request you kindly to subscribe. So in the day 2 of the beginners challenge ആണ്. ഡേ 1-ലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും എന്ന് പഠിച്ചിരുന്നു. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത അവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഹോപ്പ്ഫുള്ളി കുറേ കാര്യം ഇംഗ്ലീഷിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ടാവും. സോ ഡേ 1 കാണാത്ത അവർ ഡേ 1 പോയിട്ട് കാണാം. ഇവിടെ ഞാൻ ചെറിയൊരു റീക്യാപ്പ്, ചെറിയൊരു റിവിഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഡേ 2-ലേക്ക് കടക്കാം. ഡേ 1-ൽ നമ്മൾ പഠിച്ചിരുന്നു നമുക്കൊരു സാധനം ഇഷ്ടമാണെങ്കിൽ അതെങ്ങനെയാണ് പറയുക? ഐ ലൈക്ക്, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കവിടെ സാധനത്തിൻ്റെ പേര് പറയാം. ഫോർ എക്സാമ്പിൾ ഐ ലൈക്ക് ദോശ. നമുക്ക് വളരെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് പറയാം ഐ ലൈക്ക് ദോശ വെരി മച്ച്. നമുക്കിഷ്ടമല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ഡോണ്ട് ലൈക്ക് ദോശ. ഇനി നിനക്ക് ഇഷ്ടമാണോ ദോശ? അതിങ്ങനെ ചോദിക്കുക, ഡു യു ലൈക്ക് ദോശ? ക്വസ്റ്റ്യൻ വേർഡ് ഡു ഇല്ലാതെയും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതെങ്ങനെ? യു ലൈക്ക് ദോശ, അങ്ങനെയും നമുക്ക് ചോദിക്കാം. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഡേയിൽ പഠിച്ചിരുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് അവർ സെക്കൻഡ് ഡേ. ഇന്ന് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഫ്രം മോർണിംഗ് ടു നൈറ്റ്, രാവിലെ എണീറ്റ സമയം തൊട്ട് രാത്രി ബെഡിൽ ഉറങ്ങാൻ പോകേണ്ട സമയം വരെയുള്ള കാര്യം ഇംഗ്ലീഷിൽ പറയാൻ പഠിക്കും. സോ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് സെൻറ്റൻസ് ഉണ്ടാക്കി പറയാം. ഇന്ന് ഞാൻ ഒരു സ്ട്രക്ചർ പറഞ്ഞു തരും. സോ വീഡിയോ കെയർഫുള്ളി കാണണം ടിൽ ദ എൻഡ്. നമുക്ക് നമ്മളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് 2 വേർഡ്സ് ആൻഡ് ദോസ് വേർഡ്സ് ആർ ഐ ആൻഡ് ആം. ഐ ആം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാം. ഐ ആംനെ കോൺട്രാക്ട് ചെയ്തിട്ട് നമുക്ക് പറയാം ആം. ഐ നമുക്ക് സ്ട്രെസ്സ് കൊടുക്കണ്ട, ആംന്ന് മാത്രം സ്ട്രെസ്സ് കൊടുത്തിട്ട് അവിടെ പറഞ്ഞാൽ മതി നിങ്ങൾ ആം. സോ ഫസ്റ്റ് നമുക്ക് നമ്മളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണെന്ന് പറയൽ, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ആം കഴിഞ്ഞിട്ട് നമ്മളെ പേര്. ഫോർ എക്സാമ്പിൾ ഐ ആം രമ്യ, എൻ്റെ പേര് രമ്യ ആണ്. ഹിയർ ഐ മീൻസ് എൻ്റെ, ആം മീൻസ് ആണ്. നിങ്ങൾ കുറേ പേര് എന്നോട് കമൻസിൽ എൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേരാണ് രമ്യ ആൻഡ് ഐ എം എ ടീച്ചർ അറ്റ് ആൻ ഇൻ്റർനാഷണൽ സ്കൂൾ ഇൻ UAE. ഐ എം എൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചർ. ഞാനിവിടെ ഒരു സെൻറ്റൻസും കൂടെ നിങ്ങളെ പഠിപ്പിച്ചു. ഐ എം എ ടീച്ചർ, ഞാൻ ടീച്ചറാണ്. നിങ്ങളെ പ്രൊഫഷൻ നിങ്ങൾക്ക് അവിടെ പറയാം. സോ ഐ ആമിൻ്റെ ബേസിക് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഐ ആം വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളെ മോർണിംഗ് ടു നൈറ്റ് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. സോ നമുക്കതൊക്കെ ഇന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ എണീക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എണീക്കാം ഇംഗ്ലീഷിൽ. ആൻഡ് ഇറ്റ്സ് വെരി സിമ്പിൾ. വി ക്യാൻ സേ ഐ ആം വേക്കിംഗ് അപ്പ്, ഞാൻ എണീക്കുകയാണ്. ഓർ എൽസ് വി ക്യാൻ ഓൾസോ സേ ഐ ആം ഗെറ്റിംഗ് അപ്പ് ഫ്രം ദ ബെഡ്, ഞാൻ ബെഡിൽ നിന്ന് എണീക്കുകയാണ്. ഐ ആം ഗെറ്റിംഗ് അപ്പ് ഫ്രം ദ ബെഡ്. സപ്പോസ് നമ്മളോട് ആരെങ്കിലും ചോദിക്കുന്നു നീ എണീറ്റില്ലേ, ഇപ്പോഴും എണീറ്റില്ലേ, then we can reply in English. We can say I'm getting up from the bed. നെക്സ്റ്റ് നമ്മൾ വാഷ്റൂം അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാം ഐ ആം ഗോയിങ് ടു ദ വാഷ്റൂം. ഐ ആം ഗോയിങ് ടു ദ വാഷ്റൂം. നെക്സ്റ്റ് നമ്മൾ ബ്രഷാണ് ചെയ്യുക. സോ വി ക്യാൻ സേ ഐ ആം ബ്രഷിങ് മൈ ടീത്ത്, ഞാൻ എൻ്റെ പല്ല് ബ്രഷ് ചെയ്യുകയാണ്. സോ നമ്മൾ മോർണിംഗ് ടു നൈറ്റ് ചെയ്യേണ്ട ഓരോരോ കാര്യം നമുക്ക് നമ്മളോട് തന്നെ ഇംഗ്ലീഷിൽ പറയാം. സോ നിങ്ങളെ പ്രശ്നം എനിക്കാരും ഇംഗ്ലീഷ് സംസാരിക്കാനില്ല, ആരോടാണ് ഞാൻ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അതവിടെ തീരും. കൂടാതെ യു വിൽ ബിക്കം മോർ ആൻഡ് മോർ ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. ഐ ആം വാഷിങ് മൈ ഫേസ്, ഞാൻ എൻ്റെ മുഖം കഴുകുകയാണ്. ഐ ആം വാഷിങ് മൈ ഫേസ്. ഐ ആം ടേക്കിംഗ് ബാത്ത്. I am taking bath, ഞാൻ കുളിക്കുകയാണ്. Or else we can also say I am having a shower. I am having a shower. I am having tea. അല്ലെങ്കിൽ നിങ്ങൾ ചായ അല്ല കാപ്പിയാണ് കുടിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം I am having coffee. I am having breakfast. I am having breakfast. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, അത് നമ്മൾ ഷോർട്ടായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്.
I'm going to the kitchen. ഞാൻ കിച്ചണിലേക്ക് പോകുകയാണ്. I'm going to the kitchen. I'm cooking. ഞാൻ പാചകം ചെയ്യുകയാണ്. I'm cooking. I'm doing the dishes. ഞാൻ പാത്രങ്ങൾ കഴുകുകയാണ്. I'm doing the dishes. I'm eating. ഞാൻ കഴിക്കുകയാണ്. I'm eating. I'm switching on the TV അല്ലെങ്കിൽ ഫാൻ അല്ലെങ്കിൽ AC. ഏതൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റും നമ്മൾ ഓൺ ആക്കുമ്പം നമുക്ക് സ്വിച്ചിങ് ഓൺ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ഐ എം സ്വിച്ചിങ് ഓൺ ദ TV. ഇനി ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഐ എം സ്വിച്ചിങ് ഓഫ് ദ TV. ഐ എം സ്റ്റഡിയിങ്. ഞാൻ പഠിക്കുകയാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളോടും പറയാം. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അന്നേരം മറുപടി പറയാം. ഐ എം വാച്ചിങ് യൂട്യൂബ്. ഞാൻ യൂട്യൂബ് കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഐ എം വാച്ചിങ് യൂട്യൂബ്. ഞാൻ പുറത്തേക്ക് പോകുകയാണ്. ഐ എം ഗോയിങ് ഔട്ട്. ഐ എം ഗോയിങ് ഔട്ട്. ഞാൻ ഓഫീസിലേക്ക് പോകുകയാണ്. ഐ എം ഗോയിങ് ടു ദ ഓഫീസ്. I am going to the office. I am going to school. ഞാൻ സ്കൂളിലേക്ക് പോകുകയാണ്. I am going to school. I am waiting at the bus stop. ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുകയാണ്. I am waiting at the bus stop. I am driving. I am driving. ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്. I am leaving. ഞാൻ ഇറങ്ങുകയാണ്. I'm leaving. I'm calling. ഞാൻ വിളിക്കുകയാണ്. ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആരെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ പ്ലീസ് വെയിറ്റ്. I'm calling. ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I'm taking rest. ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്. I'm taking rest. I'm having snacks. I'm having snacks. ഇടനേരത്തിൽ കഴിക്കണ്ടേ പലഹാരത്തിന് നമ്മൾ സ്നാക്സ് ആണ് പറയാറുള്ളത്. സോ അത് കഴിക്കുമ്പോൾ നമുക്ക് പറയാം ഐ എം ഹാവിങ് സ്നാക്സ്. ഐ എം ഗോയിങ് ടു സ്ലീപ്പ്. ഉറങ്ങാൻ പോകുമ്പം നമുക്ക് പറയാം ഐ എം ഗോയിങ് ടു സ്ലീപ്പ്. ഈ സെൻറ്റൻസിൻ്റെ പകരം നമുക്ക് വേറെ ഒരു സെൻറ്റൻസും പറയാം. ഐ എം ഗോയിങ് ടു ബെഡ്. ഐ എം ഗോയിങ് ടു ബെഡ്. ഞാൻ കിടക്കാൻ പോകുകയാണ്. അതും സെയിം മീനിങ് ആണ്. കിടക്കാൻ പോകുമ്പോൾ നമ്മൾ ബെഡ് ശരിയാക്കാറുണ്ട്. അത് നമുക്ക് പറയാം ഐ എം മേക്കിംഗ് ദ ബെഡ്. ഐ എം മേക്കിംഗ് ദ ബെഡ്. ഞാൻ ബെഡ് ശരിയാക്കുകയാണ്. സോ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പാറ്റേൺ യൂസ് ചെയ്തിട്ട് കുറേ സെൻറ്റൻസസ് ഉണ്ടാക്കാം. നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷിൽ പറയാം. Hope the video was useful for you all. I'll be coming shortly with day 3 of beginners level challenge. Thanks for watching.